നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച ശബരിമല ഇടത്താവളം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച ശബരിമല ഇടത്താവളം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യവും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഏറെക്കാലമായി ശബരിമല തീർത്ഥാടകരുടെ നല്ലൊരു വിഭാഗം വിമാനമാർഗമാണ് അവരുടെ യാത്ര നടത്തുന്നത്. കഴിഞ്ഞ വർഷമാണ് ശബരിമല തീർത്ഥാടകർക്ക് ആദ്യമായി ഒരു വിമാനത്താവളം ഇടത്താവളം ഒരുക്കുന്നത്. 6000-ഓളം ഭക്തരാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് സിയാലിൽ ഇടത്താവളം സൗകര്യം ഉപയോഗിച്ചത്. ഇത്തവണയും വളരെ മികച്ച സൗകര്യങ്ങളോടെയാണ് സിയാൽ ഇടത്താവളം ആരംഭിച്ചിരിക്കുന്നത്. 5000 ചതുരശ്രയടി വിസ്തീർണത്തിൽ ആഭ്യന്തര ആഗമന ഭാഗത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് സമീപത്താണ് ഇടത്താവളം ഒരുക്കിയിരിക്കുന്നത്. സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. MLA-മാരായ അൻവർ സാദത്ത്, റോജി എം ജോൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പിന്നെ പണ്ട് ട്രെയിനിൽ വന്ന ആളുകളൊക്കെ ഇപ്പോൾ പതുക്കെ വിമാനത്തിലേക്കും ഒരു വിഭാഗം മാറിയിട്ടുണ്ട്, സമയം എല്ലാം നോക്കിക്കൊണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ ഈ സീസണിൽ ശബരിമലയിലേക്ക് വിമാനം ഉപയോഗിക്കുന്നു എന്നത് കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ സൗകര്യം ഇവിടെ ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. അത് മികച്ച രീതിയിലാണ് എയർപോർട്ട് ആ കാര്യങ്ങൾ ഒരുക്കിയത്. ഈ വർഷവും നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിന് എയർപോർട്ടിന്റെ ചുമതലപ്പെട്ട എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ 70,000 വെർച്വൽ ക്യൂവും 10,000 അല്ലാതെ ഉള്ളത്. വിമാനത്തിൽ വരുന്നവർ മിക്കവാറും വെർച്വലായി രജിസ്റ്റർ ചെയ്തിട്ടാണ് വരുന്നതെന്നാണ് കണക്കാക്കാമെങ്കിലും അല്ലാതെയും വരാം. ചിലപ്പോൾ ഈ വിവരം വേണ്ടത്ര കിട്ടാതെ മറ്റു കാര്യങ്ങളൊന്നും വേണ്ടത്ര മനസ്സിലാക്കാതെ വരുന്നവരാണെങ്കിൽ ഇവിടെ തന്നെ അവർക്ക് വെർച്വലായി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അതിൻ്റെ ഭാഗമായി അതുകൂടി ഒന്ന് ഏർപ്പെടുത്തൊരു സിസ്റ്റം മതിയല്ലോ. ഓൺലൈനിൽ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള കണക്ടിവിറ്റിയോടുകൂടി ഒരു സിസ്റ്റം വെച്ചാൽ അതുവഴി കിയോസ്ക് പോലെ അവർക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സൗകര്യം, വേറെ ആരുടെ സഹായം ഇല്ലാതെ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും ഒന്ന് പ്രദർശിപ്പിക്കണമെന്നുള്ളൂ. ഇങ്ങനെയാണ് വെർച്വൽ ക്യൂ വഴിയാണ്, അല്ലാത്തവർക്ക് ഇത് അവിടെ സൗകര്യമുണ്ട് എന്നുള്ളത് പല ഭാഷകളിൽ വളരെ എളുപ്പമാണല്ലോ. ചാറ്റ് ബോട്ടുകളൊക്കെ ഉള്ളത് ഏത് ഭാഷയിലും പെട്ടെന്ന് സാധനങ്ങൾ കിട്ടുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഷയിലും ഇവിടെ വരാനിടയുള്ള എല്ലാ ഭാഷയിലും അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഭക്തർക്ക് വളരെ സുഗമമായി ദർശനം നടത്തി പോകാൻ സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി തലത്തിലുള്ള ആലോചന യോഗങ്ങൾ, ദേവസ്വം മന്ത്രി തലത്തിൽ ദേവസ്വം ബോർഡ്, ഇവിടെയും ദേവസ്വം ബോർഡും ഈ കാര്യങ്ങൾ നന്നായി സഹകരിക്കുന്നുണ്ട്. എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സുഗമമായ ദർശനം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ശബരിമല നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു പ്രതീകമായിട്ടാണ് വിളിക്കുന്നത്. ഒത്തിരി ആളുകൾ കേരളത്തിലേക്ക് സന്ദർഭത്തിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വളരെ സഹായകരവുമാണ്. അപ്പോൾ നന്നായി തന്നെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉറപ്പുവരുത്തുക എന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നല്ല പെരുമാറ്റത്തോടു കൂടി അവരെ സ്വീകരിക്കുക എന്നുള്ളത്.